latest episode of Speak Now, Let's Learn and Unlearn English. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുതുതായി പഠിച്ചു. ഇത്തവണയും ഒരുപാട് പുതിയ സെഗ്മെന്റ്സുമായി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ സെഗ്മെന്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഹൗ ടു സേ സെഗ്മെന്റ് ആണിത്. ഫണ്ണി ഇഡിയംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇഡിയംസ് എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇത്തവണ നമ്മൾ കുറച്ച് പുതിയ ഇഡിയംസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ കാര്യമായ അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു രസമുള്ള ഒരു പ്രയോഗമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഫണ്ണി ഇഡിയംസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇഡിയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബൈറ്റ് ദ ബുള്ളറ്റ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ബൈറ്റ് ദ ബുള്ളറ്റ്, ഒരു വെടിയുണ്ട എടുത്ത് കടിക്കുക എന്നൊക്കെ പറയാം. അങ്ങനെയാണോ പറയാ? അങ്ങനെയൊന്നും അല്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും അല്ല അതിന്റെ അർത്ഥം. അതിനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഒരു സെന്റൻസിൽ, ഒരു വാക്യത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. I can't deal with the manager anymore, so I'm going to bite the bullet. I can't deal with my manager anymore, so I'm going to bite the bullet. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന പ്രയോഗം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം നമുക്ക്. ഇനി മറ്റൊരു ഫണ്ണി ഇഡിയമിലേക്ക് നമുക്ക് കടക്കാം. ദ ലൈറ്റ്സ് ആർ ഓൺ ബട്ട് നോബഡി ഈസ് ഹോം. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതിന് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, ചിലപ്പോൾ ട്യൂബ് ലൈറ്റ് എന്നൊക്കെ പറയാറില്ലേ ആളുകളെ? എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും അല്ലേ? അവരെ നമ്മൾ ട്യൂബ് ലൈറ്റ് എന്നൊക്കെ പറയും. ഏകദേശം അതിനോട് സാദൃശ്യമുള്ള ഒരു ഇഡിയമാണിത്. ദ ലൈറ്റ്സ് ആർ ഓൺ ബട്ട് നോബഡി ഈസ് ഹോം. അപ്പൊ അതിനെ എങ്ങനെ ഒരു സെന്റൻസിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. വാട്ട്സ് ഗോയിങ് ഓൺ വിത്ത് ജോൺ ടുഡേ? ഇറ്റ്സ് ലൈക്ക് ദ ലൈറ്റ്സ് ആർ ഓൺ ബട്ട് നോബഡി ഈസ് ഹോം. എന്താണ് ജോണിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇറ്റ് ലുക്സ് ലൈക്ക് ദ ലൈറ്റ്സ് ആർ ഓൺ ബട്ട് നോബഡി ഈസ് ഹോം അല്ലെ? അവൻ എന്തോ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സെന്റൻസ് ആണത്. ഇനി മറ്റൊരു ഫണ്ണി ഇഡിയമാണ് ടു ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? നമ്മൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് വെള്ളം അടിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. നല്ല ടാങ്കാണ് അല്ലെ, നല്ല തണ്ണിയാണെന്നൊക്കെ പറയുന്നതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഇഡിയമാണിത്. നമുക്കപ്പോൾ അതെങ്ങനെ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. Simon was drinking like a fish that evening. ഒരു മീനിനെ പോലെ കുടിക്കുന്നു എന്നാണ് ട്രാൻസ്ലേഷനിൽ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിന് ഇഡിയമാണ്. അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. ഭയങ്കരമായി ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ മദ്യം എന്ന് തന്നെയായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. Simon was drinking like a fish that evening. ഓക്കെ. മറ്റൊരു ഫണ്ണി ഇഡിയമാണ് ഫിംഗർ ലിക്കിംഗ് ഗുഡ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഫിംഗർ ലിക്കിംഗ് ഗുഡ്? ഇനിയൊന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പുറത്തു പോകുന്ന സമയത്ത് ഈ ബോർഡുകളൊക്കെ ഒന്ന് നോക്കിയാൽ ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. KFC ആണെന്ന് തോന്നുന്നു ഇങ്ങനൊരു ടാഗ് ലൈൻ അവർ കൊടുക്കാറുണ്ട്, ഫിംഗർ ലിക്കിംഗ് ഗുഡ്. അപ്പൊ നമുക്കതെങ്ങനെ ഒരു വളരെ രുചികരമായ എന്നുള്ള അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം അല്ലെ? മോംസ് പാസ്റ്റ വാസ് ഫിംഗർ ലിക്കിംഗ് ഗുഡ്. മോംസ് പാസ്റ്റ വാസ് ഫിംഗർ ലിക്കിംഗ് ഗുഡ്. വളരെ ടേസ്റ്റി ആയിരുന്നു, വളരെ രുചികരമായ ഒരു പാസ്തയായിരുന്നു അമ്മ ഉണ്ടാക്കിയത് എന്നുള്ള അർത്ഥം വരുന്നതാണ് ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രയോഗമാണ് ഓൺ ക്ലൗഡ് 9 അല്ലെങ്കിൽ ഓവർ ദ മൂൺ. നമ്മൾ പറയാറില്ലേ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, ഞാനിപ്പോ മാനത്ത് ചാടി കയറും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അങ്ങനെയൊക്കെ മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ അതേപോലെ നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാവുന്ന ഒരു ഇഡിയം ആണിത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഒരു സെന്റൻസിൽ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. When he sent me flowers and a note, I was over the moon. മനസ്സിലായോ? When he sent me flowers and a note, I was over the moon. അവൻ എനിക്ക് പൂക്കളും ഒരു നോട്ടും അയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷവതിയായി, എനിക്ക് ഭയങ്കര സന്തോഷം വന്നു എന്നൊക്കെയാണ്. അല്ലെങ്കിൽ I was on cloud 9, I was over the moon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. ഇനി മറ്റൊരു രസകരമായ ഒരു പ്രയോഗമാണ്, ഫണ്ണി ഇഡിയമാണ് സ്റ്റോം ഇൻ എ ടീ കപ്പ്. എല്ലാവരും നമ്മൾ മലയാളത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. എങ്ങനെയാണത്? അതിനെന്താണ് മലയാളത്തിൽ പറയുക? അതായത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? അതിന്റെ അർത്ഥം എന്താണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു ചെറിയൊരു കാര്യത്തിന്റെ മേലെ ഒരുപാട് ദേഷ്യവും എന്താ പറയാ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവുന്ന, വളരെ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആയിരിക്കും. പക്ഷെ ഒരുപാട് ദേഷ്യവും പ്രശ്നങ്ങളും വറീസ് എല്ലാം വരുന്നതിനെയാണ് നമ്മൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്നുള്ളത് എങ്ങനെ നമുക്കൊരു സെന്റൻസിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം.
ഒന്നും കൂടെ നോക്കാം. ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് സ്കെയർ, ഇറ്റ് ഇസ് ജസ്റ്റ് എ സ്റ്റോം ഇൻ എ ടീ കപ്പ്. എനിക്ക് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഹെൽത്ത് സ്കെയറിനെ കുറിച്ചൊന്നും വലിയ പേടിയൊന്നുമില്ല, അത് വെറും ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ് എന്നാണ്. ഇനി നമ്മളുടെ ഫണ്ണി ഇഡിയംസിലെ ഏറ്റവും അവസാനത്തെ ഫണ്ണി ഇഡിയം എന്താണെന്ന് നോക്കാം. എ പീസ് ഓഫ് കേക്ക്. എ പീസ് ഓഫ് കേക്ക് എന്താണ് ആ വാക്കുകൊണ്ട്, ആ ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്? വളരെ നിസ്സാരമായ, ഈസി ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സംതിങ് വെരി ഈസി ടു ഡു അല്ലേ? അങ്ങനെ നമുക്ക് ഒരു സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദ ബോയ് ഫൗണ്ട് ദ പ്രോജക്ട് ടു ബി എ പീസ് ഓഫ് കേക്ക് ബിക്കോസ് ഇറ്റ് വാസ് ഇൻക്രെഡിബ്ലി ഈസി. പ്രോജക്റ്റ് വളരെ ഈസി ആയിരുന്നു എന്ന് ആണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എ പീസ് ഓഫ് കേക്ക്. ദ ബോയ് ഫൗണ്ട് ദ പ്രോജക്ട് ടു ബി എ പീസ് ഓഫ് കേക്ക് ബിക്കോസ് ഇറ്റ് വാസ് ഇൻക്രെഡിബ്ലി ഈസി. അങ്ങനെ നമ്മളുടെ ഫണ്ണി ഇഡിയംസിന്റെ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം ഈ സെഗ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അങ്ങനെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സെഗ്മെന്റ് ആയ ഹൗ നോട്ട് ടു സേ എന്ന സെഗ്മെന്റിലേക്ക് കടക്കാം. ഇന്ന് മദർ ടങ് ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. MTI അല്ലെങ്കിൽ മദർ ടങ് ഇൻഫ്ലുവൻസ് നമ്മൾ എല്ലാവരും സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ടേം ആണ് അല്ലേ? എന്താണ് ഈ മദർ ടങ് ഇൻഫ്ലുവൻസ്? നമ്മളുടെ മാതൃഭാഷയിലുള്ള ചില സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ അതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മളുടെ ഇംഗ്ലീഷ് തെറ്റാവാം. നമ്മളുടെ ഇംഗ്ലീഷ് തെറ്റാനുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും മദർ ടങ് ഇൻഫ്ലുവൻസ് ആണ്. ഇന്ന് മദർ ടങ് ഇൻഫ്ലുവൻസിൽ നമ്മൾ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് എല്ലാ ഭാഷയ്ക്കും ഓരോ സ്ട്രക്ചർ ഉണ്ട് അല്ലേ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ എവിടെ വെക്കണം എന്ന് നമുക്ക് കൃത്യമായ സ്ഥലത്ത് വെച്ചാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് കിട്ടത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ ഒരു സെന്റൻസ് നമുക്ക് എടുത്തു നോക്കാം. അതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്ന് വെക്കുക. അപ്പം പൊതുവെ നമ്മൾ മലയാളികൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുന്നു, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് കൂടുതൽ സമയവും ചെയ്യുന്നത്. കൂടുതൽ ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നതെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു സെന്റൻസിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മളിവിടെ ഈ ഒരു സെഗ്മെന്റിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് സെന്റൻസ് നോക്കാം. മലയാളത്തിലുള്ള ഒരു സെന്റൻസ്. രാമൻ ഒരു പാമ്പിനെ കൊന്നു എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെന്ന് വിചാരിക്കുക. അപ്പൊ പൊതുവെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ വാക്കുകളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കും. നോക്കൂ, അങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ ഇരിക്കും? രാമ എ സ്നേക്ക് കിൽഡ് എന്നായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ സമ്മതിക്കോ? അല്ലെങ്കിൽ നമ്മൾ നേരെ ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കൂ. ഇനിയിപ്പം ഇതേപോലെ തെറ്റിയിട്ട് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇത്. രാമ എ സ്നേക്ക് കിൽഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ല. പകരം രാമൻ ഒരു പാമ്പിനെ കൊന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ രാമ കിൽഡ് എ സ്നേക്ക് എന്ന് വേണം പറയാൻ. അവിടെ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇംഗ്ലീഷിൽ വെർബ് ആണ് വരുന്നത്, അതിനുശേഷം വരേണ്ടത് ഒബ്ജക്റ്റ് ആണ്. എന്നാൽ നമ്മുടെ മാതൃഭാഷയിൽ സബ്ജക്ട്, ഒബ്ജക്റ്റ്, വെർബ് ആണ്. ഇവിടെ നമുക്കറിയാം രാമൻ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, ഒരു പാമ്പിനെ എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റ് ആണ്, കൊന്നു വെർബ് അവസാനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു വരുമ്പോൾ ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നമ്മളുടെ ഇംഗ്ലീഷ് ശരിയാവാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ആരും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, സ്റ്റോപ്പ് ട്രാൻസ്ലേറ്റിംഗ് ഫ്രം മലയാളം. അത് നിർത്തിയാൽ തന്നെ, കാരണം അതിൻ്റെ സ്ട്രക്ചർ രണ്ടും രണ്ടാണ്. രണ്ട് ഭാഷയാണ് ഇംഗ്ലീഷും മലയാളവും, യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് ഭാഷയാണ്. അതിൻ്റെ സ്ട്രക്ചർ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് യാതൊരുവിധ അർത്ഥമുള്ള ഒരു വാചകമായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. ഇനി വേറൊരു സെന്റൻസ് നമുക്ക് നോക്കാം. അവൾക്ക് ഒരു കാറുണ്ട് അല്ലെ? അവൾക്ക് ഒരു കാറുണ്ട് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെന്ന് വെക്കുക. അപ്പം നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടി ട്രാൻസ്ലേഷൻ ആണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പം അവൾക്ക് എന്നുള്ളത് ഷീ, പിന്നെ ഒരു കാറ്, അപ്പം എ കാർ, പിന്നെ ഒരു ഹാസ്, ഉണ്ട് എന്നുള്ളതിന് ഹാസ് വെച്ചു. അപ്പം ഇംഗ്ലീഷ് പറയുമ്പോൾ ഷീ എ കാർ ഹാസ് എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ സമ്മതിക്കോ? പൊട്ടത്തരാണ് അല്ലേ? അപ്പം പകരം പറയേണ്ടത് ഷീ ഹാസ് എ കാർ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്. അപ്പൊ നമ്മൾ നേരെ തിരിച്ചെടുത്ത്, ആ സബ്ജക്റ്റ് ഓക്കെയാണ്, സബ്ജക്റ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ സ്ഥലത്ത് തന്നെ വെച്ചാൽ മതി, ആദ്യം വെക്കാം. പക്ഷേ വേർബിന്റെയും ഒബ്ജക്റ്റിന്റെയും സ്ഥാനം മാറിയിട്ടാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ സെന്റൻസ് കൺസ്ട്രക്ഷൻ ശരിയാവത്തുള്ളൂ. ഇനി മറ്റൊരു വാക്ക്,
ഇനി ഞാനത് ഇംഗ്ലീഷിൽ പറയാം. ഇനി നിങ്ങൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ഒന്ന് ആക്കി നോക്കൂ. റഹീം ഡിഡ് ഹിസ് ഹോംവർക്ക്. റഹീം ഡിഡ് ഹിസ് ഹോംവർക്ക്. ഇതൊന്ന് മലയാളത്തിലേക്ക് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അപകടം മനസ്സിലാവും. അതായത് റഹീം ഡിഡ് ഹിസ് ഹോംവർക്ക്. റഹീം ചെയ്തു അവന്റെ ഹോംവർക്ക്. ഇങ്ങനെ പറഞ്ഞാൽ മലയാളം, ഇങ്ങനെ ആരെങ്കിലും നമ്മളോട് ഇങ്ങനത്തെ മലയാളം പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ? ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഇംഗ്ലീഷും. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷ് ഇപ്പൊ നമ്മൾ കേട്ട മലയാളം പോലെയാണ്. ഓക്കെ, റഹീം ഹിസ് ഹോംവർക്ക് ഡിഡ് എന്ന് ആണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ വരുന്നത്. അപ്പൊ അങ്ങനെയല്ല, റഹീം ഡിഡ് ഹിസ് ഹോംവർക്ക് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്. ഇനി മറ്റൊരു സെന്റൻസും കൂടെ നോക്കാം. ഞാൻ എന്തിനാ അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. നമ്മൾ ഇങ്ങനെ ഈ സ്ട്രക്ചറിലുള്ള വ്യത്യാസം, ഈ മദർ ടങ് ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ സ്ട്രക്ചറൽ ഡിഫറൻസ് ശ്രദ്ധിക്കാതെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പൊട്ടത്തരാണ്, പൊട്ട ഇംഗ്ലീഷാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷും മലയാളമുള്ള ഈ വാക്കുകൾ കാണിച്ചു തരുന്നത്. അപ്പൊ മറ്റൊരു വാക്ക്, ഒരു സെന്റൻസിലേക്ക് നമുക്ക് പോകാം. അവൾ പരീക്ഷ എഴുതാൻ പോയി. അവൾ പരീക്ഷ എഴുതാൻ പോയി. ഇനി വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഷീ എക്സാം റൈറ്റ് വെന്റ്. യാതൊരുവിധ ബന്ധവും ഇല്ല അല്ലെ? ഷീ എക്സാം റൈറ്റ് വെന്റ് എന്നാണ്. പക്ഷെ ശരിക്കും സ്ട്രക്ചർ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് സ്ട്രക്ചറിലേക്ക് ആക്കി കഴിഞ്ഞാൽ SVO ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷീ വെന്റ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാം എന്ന് പറയാം അല്ലെ? ഇനി നമ്മൾ ഈ സെഗ്മെന്റിലെ ഏറ്റവും അവസാനത്തെ സെന്റൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സെഗ്മെന്റിൽ ഞാനൊരു ഇംഗ്ലീഷിലുള്ള ഒരു സെന്റൻസ് പറയാം. അത് നിങ്ങളൊന്ന് മലയാളത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അപകടം, എങ്ങനെയാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം കൃത്യമല്ലാതാവുന്നത് അല്ലെങ്കിൽ അർത്ഥം ഇല്ലാത്തൊരു വാക്കായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം സെന്റൻസ് ഇതാണ്. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ സെന്റൻസിനെ നമ്മൾ വേർഡ് ബൈ വേർഡ് മലയാളം ട്രാൻസ്ലേഷൻ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്നു ഗ്രൗണ്ടിൽ എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിന് അർത്ഥമുണ്ടോ? മലയാളത്തിൽ ഇങ്ങനെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് എന്ത് മലയാളോട് സംസാരിക്കുന്നത്, പൊട്ടത്തരല്ലേ എന്ന് ചോദിക്കും അല്ലെ? പക്ഷെ യഥാർത്ഥത്തിൽ പറയുമ്പോൾ ശരിക്കുള്ള ഈ മലയാളത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയേണ്ടത് കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്നാണ് അല്ലെ? അപ്പൊ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പൊ ഈ ഒരു സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒന്ന് മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇംഗ്ലീഷ് ഒരു പരിധി വരെയെങ്കിലും തെറ്റാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇനി മുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പമ്പര വിഡിത്തമായിരിക്കും നമ്മൾ പറയുന്നത്, പൊട്ടത്തരായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. നമ്മളുടെ ഇംഗ്ലീഷ് മലയാളവും തമ്മിൽ സെന്റൻസ് സ്ട്രക്ചർ വ്യത്യാസമാണെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് എക്സാമ്പിൾ സഹിതം ഇവിടെ കണ്ടു. അപ്പം ട്രാൻസ്ലേഷൻ മറന്നിട്ട് ആ സെന്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കി അത് മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കൂ. അപ്പം ഇംഗ്ലീഷ് നിങ്ങളുടെ കുറച്ചും കൂടെ ശരിയാവും. നമ്മൾ നമ്മുടെ കഴിഞ്ഞ സെഗ്മെന്റിൽ MTIന്റെ പ്രശ്നങ്ങളാണ് കണ്ടത്. ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഹൗ ടു സേ എന്ന സെഗ്മെന്റിൽ എവറിഡേ ഇംഗ്ലീഷ്, എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളായിരിക്കാം, ചിലപ്പം സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കാം, അത്തരം കുറച്ച് സെന്റൻസുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ സംഭാഷണത്തിൽ സ്ഥിരമായി കടന്നു വരാറുള്ള കുറച്ച് ചോദ്യങ്ങൾ അല്ലെ? അതിൽ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് എവിടുന്നാ കിട്ടിയത്? ചിലപ്പം ഒരു ഡ്രസ്സായിരിക്കും, ചിലപ്പോൾ ഫോണായിരിക്കും, എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു സാധനം. ഇത് എവിടുന്നാ കിട്ടിയത്? നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് അല്ലെ? അപ്പൊ അതെങ്ങനെ ചോദിക്കാം? അപ്പൊ ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതായത് വേർ, വിത്ത്, വാട്ട്, വൈ, ഹൗ എന്നൊക്കെ പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സിനെ ആദ്യം എടുത്ത് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കറക്റ്റായി മാറും. അപ്പൊ ഇവിടെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിനെ ആദ്യം വെച്ചിട്ട് നമ്മൾ ആ സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? ഇതെവിടുന്നാ കിട്ടിയത് അല്ലെ? അല്ലെങ്കിൽ ഈ ഡ്രസ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നല്ലൊരു ഡ്രസ്സ് കണ്ടു, ഫ്രണ്ട് ഇട്ടിരിക്കുന്ന നല്ലൊരു ഡ്രസ്സ് കണ്ടു. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് അല്ലെ, ഈ ഡ്രസ്സ് എവിടുന്നാ കിട്ടിയത് അല്ലെങ്കിൽ ഇത് എവിടുന്നാ വാങ്ങിച്ചതെന്നൊക്കെ നമ്മൾ ചോദിക്കും. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഡ്രസ് ഫ്രം അല്ലെ? അപ്പം ആ വേർ ഡിഡ് യു എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതിനോടൊപ്പം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കേണ്ട എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിക്കാനാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം പ്ലേസ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം ഈസി ആയിട്ട്. അടുത്ത സെന്റൻസിലേക്ക് നമുക്ക് കടക്കാം. നീ എന്താ പറഞ്ഞേ?
നമ്മൾ സംസാരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് എന്താ നീ പറഞ്ഞത്, ചിലപ്പോൾ ഫോണിലായിരിക്കാം അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കും, നീ എന്താ പറഞ്ഞത്, ഇതെങ്ങനെയാണ് ചോദിക്കുക. അവിടെ അതൊരു ചോദ്യമാണ് അല്ലേ. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ട് എന്ന് പറയുന്ന ആ ചോദ്യം ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം പ്ലേസ് ചെയ്തിട്ട് ഇത് ചോദിക്കാം. അപ്പം വാട്ട് ഡിഡ് യു സേ, നീ എന്താണ് പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞത് എന്താണ് എന്ന് ചോദിക്കാൻ വാട്ട് ഡിഡ് യു സേ അല്ലെങ്കിൽ വാട്ട് ഡു യു സേ എന്ന് നമുക്ക് ചോദിക്കാം. ഇനി മറ്റൊന്ന്, നീ എന്താ ചെയ്യുന്നേ അല്ലേ. അത് രണ്ട് അർത്ഥം വരുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒന്ന്, നീ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ നീ എന്ത് ജോലി ചെയ്യുന്നു എന്ന് അർത്ഥം വരുന്ന മറ്റൊരു ചോദ്യം. രണ്ട് ചോദ്യങ്ങളാണ്. അപ്പൊ ഈ രണ്ട് ചോദ്യം രണ്ട് രീതിയിലാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതെങ്ങനെ ചോദിക്കുന്നു എന്ന് നോക്കാം. നീ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരാളോട് ചോദിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് നൗ അല്ലെ, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അഗൈൻ മറക്കരുത്, ആ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ആദ്യം തന്നെ പ്ലേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വാട്ട് ആർ യു ഡൂയിങ് നൗ എന്ന് ചോദിക്കാം. അതല്ല, നിന്റെ ജോലി എന്താണെന്ന് അർത്ഥമാക്കുന്ന ഒരു സെന്റൻസ് ആണ് നമ്മൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ് എന്ന് ചോദിച്ചാൽ എന്താണ് നിന്റെ ജോലി എന്നാണ്. അപ്പൊ മറക്കരുത്, വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാം, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥം. രണ്ട്, എന്താണ് ജോലി, വാട്ട് ഡു യു ഡു അല്ലെങ്കിൽ വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ് എന്ന് ചോദിക്കാം. ഇനി മറ്റൊന്ന്, പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്തിനാ അങ്ങനെ വിചാരിച്ചത് എന്ന് ചോദിക്കാറില്ലേ. അപ്പൊ ആ ചോദ്യം എങ്ങനെ ചോദിക്കും? എന്തിനാ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് അവിടെ, വൈ അല്ലെ. വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിനെ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചോദിക്കാം. വൈ ഡിഡ് യു അസ്യൂം ദാറ്റ്, വൈ ഡിഡ് യു നീ എന്തിനാണ്, അസ്യൂം എന്ന് പറഞ്ഞാൽ വിചാരിച്ചത് അല്ലെ. വൈ ഡിഡ് യു അസ്യൂം ദാറ്റ്, നീ എന്തിനാ അങ്ങനെ വിചാരിച്ചത്. അപ്പൊ നോക്കൂ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ സെഗ്മെന്റിലെ ലാസ്റ്റ് എക്സാമ്പിൾ എന്താന്ന് നോക്കാം. നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ചോദിക്കുന്ന നമ്മളുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ആണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എന്നോട് കുറച്ച് ദിവസമായിട്ട് സംസാരിക്കുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ചോദിക്കും അല്ലേ, നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അതെങ്ങനെ ചോദിക്കാം നമുക്ക്. അപ്പോഴും ഞാൻ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും അല്ലെ, ഡു. ഇവിടെ ഡു എന്ന് പറയുന്ന ഓക്സിലറി വേർബാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഡു ഉപയോഗിക്കുക. അപ്പം ഡു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഫ്രെയിം ചെയ്യാമെന്ന് നോക്കാം. ഡു യു ഹാവ് എനി പ്രോബ്ലം ഓർ ഇഷ്യൂ വിത്ത് മീ അല്ലെ, നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഡു യു ഹാവ് എനി പ്രോബ്ലം ഓർ ഇഷ്യൂ വിത്ത് മീ. ഈ സെഗ്മെന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷന്റെ സമയത്ത് ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ വാചകങ്ങൾ, ഈ പറഞ്ഞ സെന്റൻസുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കൂ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണിത്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഷോർട്ട് ഫോംസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ചാറ്റ് ചെയ്യുമ്പോഴോ മെയിൽ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട് അല്ലേ. പലപ്പോഴും ഇതിന്റെ അർത്ഥം നമുക്കറിയില്ല. അത് ചിലപ്പോൾ ആൾക്കാർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് എന്താണെന്ന് ആലോചിച്ചിട്ട്, ചിലപ്പോൾ ഞാനൊക്കെ എന്താ ചെയ്യാച്ചാൽ ഗൂഗിളൊക്കെ ചെയ്ത് വേഗം ക്വിക്കായിട്ട് ഇതിന്റെ മീനിങ് കണ്ടുപിടിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ചില ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ എബ്രീവിയേഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ആക്രോണിംസ് എന്ന് പറയും. ഈ ഷോർട്ട് ഫോംസ് എന്ന് പറയുന്ന മറ്റു പേരുകളാണത്. അത് എന്തൊക്കെയാണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. ഫസ്റ്റ് ഷോർട്ട് ഫോം ആണ് ASAP, ASAP എന്ന് പറയും. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. എസ്പെഷ്യലി ഫോർമൽ സിറ്റുവേഷനിലും ഈവൻ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. മെയിലൊക്കെ അയക്കുമ്പോൾ നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ആക്രോണിമാണിത്. ഓക്കെ, നെക്സ്റ്റ് വൺ LMK. ഇത് വളരെ ഇൻഫോർമൽ ആയിട്ട് ചാറ്റിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ലെറ്റ് മീ നോ, എന്നോട് അറിയിക്കൂ, എന്നോട് പറയൂ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മറ്റൊന്ന് വീണ്ടും അത് ചാറ്റിലും ഇൻഫോർമലായിട്ട് വളരെ ഇൻഫോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണ് BRB, ബി റൈറ്റ് ബാക്ക്, ഞാനിപ്പോൾ വരാവേ, ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ്. മറ്റൊന്ന് DOB, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷോർട്ട് ഫോം ആണ് അതല്ലേ. DOB എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി മറ്റൊരു അബ്രീവിയേഷൻ CC ആൻഡ് BCC ആണ്. CC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കാർബൺ കോപ്പി. മെയിൽ ഉപയോഗിക്കുന്നവരെ, മെയിൽ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ CC എന്താണെന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എന്നാൽ BCC എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല. ബ്ലൈൻഡ് കോപ്പിയാണ്. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് BCCയുടെ ഫുൾ ഫോം. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസീവേഴ്സ് ആരൊക്കെയാണെന്ന് മറ്റാരും അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനാണ് അത്. ഇനി മറ്റൊന്ന് നമുക്ക് വളരെ കോമൺ ആണ്, പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ് ETA അല്ലേ. എന്താണ്, നമ്മൾ എസ്പെഷ്യലി ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ETA എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കാണാറുണ്ട്. ദാറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. ഓക്കെ, ETA എന്നാണ് അതിന് പറയുന്നത്.
ഇനി മറ്റൊന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്രോണിം ആണ്. അത് TGIF എന്നാണ്. പലരും കേട്ടിട്ടുണ്ടാവും, എന്നാൽ പലർക്കും അത് ഒരു പുതുമയുള്ള ഒരു ആക്രോണിം ആയിരിക്കും. താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ എന്നാണ്. അതായത് വീക്കെൻഡിൽ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് അല്ലേ. താങ്ക് ഗോഡ്, ഭാഗ്യം, രക്ഷപ്പെട്ട് ഫ്രൈഡേ ആയി, എല്ലാവർക്കും വളരെ സന്തോഷമാണ്, വീക്കെൻഡാണ്, 2 ദിവസം അടിച്ചു പൊളിക്കാം. അപ്പൊ നമ്മൾ പറയും TGIF. ഈ TGIF എന്നുള്ള പേരിൽ പലപ്പോഴും TGIF എന്ന പേരിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ ഇന്ത്യയിലും ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അടുത്ത തവണ വീക്കെൻഡിൽ നിങ്ങൾക്ക് പോവാം, ഒരു TGIF റെസ്റ്റോറൻറ്റിലേക്ക് പോവാൻ നോക്കൂ. ഇനി മറ്റൊരു നമ്മൾ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫോം ആണ് IMO അല്ലെങ്കിൽ IMHO. ഇൻ മൈ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇൻ മൈ ഹംബിൾ ഒപ്പീനിയൻ എന്നാണ്. ഇൻ മൈ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇൻ മൈ ഹംബിൾ ഒപ്പീനിയൻ. ചിലപ്പോൾ അത് ഫോമലായിട്ടും ഇൻഫോർമലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. മറ്റൊന്ന് NA, നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളതാണ്. അപ്പൊ ഈ സെഗ്മെന്റിലെ ലാസ്റ്റ് ഷോർട്ട് ഫോം എന്താണെന്ന് നോക്കാം. DIY. പലർക്കും അറിയാമായിരിക്കും അല്ലേ. എന്താണത്? DIY, ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ ഇപ്പം യൂട്യൂബ് ഒക്കെ ഉള്ള ഈ കാലത്തിൽ ഒരുപാട് DIY, ചിലപ്പോൾ ഡ്രസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കും, അങ്ങനെ പല ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേം ആണ് DIY, ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന്. സ്വന്തമായിട്ട് ട്രൈ ചെയ്യുന്ന, എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു ഷോർട്ട് ഫോം ആണ് DIY. അപ്പൊ അടുത്ത തവണ ഇത്തരത്തിൽ ഉള്ള ഷോർട്ട് ഫോംസ് ഉപയോഗിച്ച് ആരെങ്കിലും നിങ്ങളോട് ചാറ്റ് ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഗൂഗിൾ ചെയ്യാൻ പോകണ്ട, ഇതൊക്കെ ഓർമ്മയിൽ വെച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഈ എപ്പിസോഡിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഓർമ്മയുണ്ടോ? ആക്ടിവിറ്റി അല്ലെ. കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യങ്ങൾ ഓർമ്മയുണ്ടോ? ഉത്തരങ്ങൾ കിട്ടിയോ? 2 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിച്ചിരുന്നത്. ഒന്ന് ആനപ്പാപ്പാൻ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വാക്ക്, മറ്റൊന്ന് തള്ള് അല്ലെങ്കിൽ പൊങ്ങച്ചം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. എന്തൊക്കെയാ? ഉത്തരം കിട്ടിയോ? ഫസ്റ്റ് വൺ, ആനപ്പാപ്പാൻ, മഹൌട്ട്. ഈ ആനപ്പാപ്പാന് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ. ചിലപ്പം പലപ്പോഴും ആൾക്കാർക്ക് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക, ഈ ഇംഗ്ലീഷിലുള്ള വാക്ക് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പം എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കുകയോ ചെയ്യുക. മഹൌട്ട് എന്നാണ് പറയുന്നത്. ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ മഹൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശ്വസ്തനായ ഒരു ആനപ്പാപ്പാനാണ് അയാൾ എന്നാണ് എന്നൊക്കെ നമുക്കൊരു സെന്റൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന്, തള്ള് അല്ലെങ്കിൽ പൊങ്ങച്ചക്കാരി അല്ലെങ്കിൽ ഭയങ്കര തള്ള എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബ്രാഗിങ് അല്ലെ. ബ്രാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങച്ചം പറയാൻ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്കിതൊരു സെന്റൻസിൽ ഒരു സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഷീ ഈസ് ഓൾവേസ് ബ്രാഗിങ് അബൌട്ട് ഹെർ ന്യൂ കാർ. ഒരു കാറൊക്കെ മേടിച്ചതിന് ശേഷം ഭയങ്കര പൊങ്ങച്ച, തള്ളാണ്, ഒരു രക്ഷയില്ല എന്നൊക്കെ നമുക്ക് പറയാൻ ഉപയോഗിക്കാം. ഇങ്ങനെ പറയാം. ഇനി മറ്റൊന്ന്, ചില പേരൻസിനെ കണ്ടിട്ടില്ലേ, മക്കളെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ സക്സസിനെ കുറിച്ചായിരിക്കും, നമുക്ക് കേട്ട് ബോറടിക്കും അല്ലേ. അത്തരത്തിലൊരു സിറ്റുവേഷനിൽ നമുക്ക് പറയാം ദേ ആർ ഓൾവേസ് ബ്രാഗിങ് അബൌട്ട് ദർ ഡോട്ടേഴ്സ് സക്സസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ പൊങ്ങച്ചം പറയാം അല്ലെങ്കിൽ തള്ള് എന്നൊക്കെ പറയാൻ നമുക്ക് ബ്രാഗിങ് എന്ന് പറയാം. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ക്വസ്റ്റ്യൻ എന്താണ്, ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നമുക്കറിയാം നാട്ടിലിപ്പം ഇത് മഴക്കാലമൊക്കെയാണ് അല്ലേ. മഴയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം മഴ വന്ന ഉടനെ തന്നെ നമ്മൾ ക്ലാര എന്നും കട്ടൻ ചായ എന്നും ജോൺസൺ മാഷ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി നമ്മൾ ഇവിടെ പ്രവാസികൾക്ക് മഴ എപ്പോഴും ഒരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പൊ ഈ മഴയെ പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ മഴയെ പ്രണയിക്കുന്ന അവൾ, മഴയെ പ്രണയിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ. ഇതിനെന്താണ് ഈ മഴയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മഴ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന ഒരു ടേം എന്താണ്, ഒരു വാക്ക് എന്താണെന്ന് അറിയാമോ? അങ്ങനെ ഒരു വാക്കുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിച്ചോളൂ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ എപ്പിസോഡിലെ എല്ലാ സെഗ്മെന്റ്സും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഓർത്തു വെക്കുകയോ മനസ്സിൽ കുറിച്ചിടുകയോ ഒക്കെ ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അങ്ങനെ പുതിയൊരു എപ്പിസോഡുമായി, കുറെ ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റ്സുമായി വീണ്ടും നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.